പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തരെ പറയുള്ളൂ. 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ? മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും. എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളേച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കേണ്ടി വരും. വീട്ടിൽ വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യോ മാധവ, അത് എഴുതി തരുമൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തറക്കണം, അതെന്റെ ഒരു മോഹം. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ? ചാടിക്ക. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് 4 തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. അമ്മോ, കണ്ടോ? ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തേക്കുറി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറത്ത് ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തൽ ഈ മകുടം. മരണം വരാതെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? പെടലിന്റെ അച്ഛൻ. ഓക്കെ എന്നാ വിട്ട. 6000 ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടിച്ചലും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. എന്തുട്ടത് ഒറ്റ വലമേ കെട്ടിക്കണേ? പോടാ. നല്ല ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ. ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ? അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളേച്ച. അപ്പുറത്തെ പീതാമ്പരന്റെ പടം ഇറങ്ങി വിറ്റത് 5300. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. ഇങ്ങോട്ട് പോടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളേച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാനവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ. ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ,
5600 നീ മുറിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അത് എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞ് പടവലത്തോട്ടത്തിൽ പോയെന്ന്, അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞ് കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഏ? ഈ പിള്ളേച്ചന് ഇതെന്ത് പറ്റി? തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായി പറഞ്ഞ വെറുതെ ആണല്ലേ? കൂട്ടുകാരനോ? കൊല്ലും ഞാൻ. തീർത്ത് കൊടുക്കണം. അപ്പൊ കരാടുക്കാട്ടെ. മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണേവാ. എന്താ എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വെറുതെ. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. അതാണ്, പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചനെന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ശീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്. വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ട് എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്ക്. ചേട്ടന്റെ അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. രാമൻ നായർ വലിയ വെടി ഒന്നാ, ചെറിയ വെടി ഒന്നാ. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥപിള്ള, വലിയ വെടി ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ? കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ? വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. വെടി വഴിപാടാവും. വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടി 4, ചെറിയ വെടി 4. ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മാക്കില്ല കേട്ടോ. വാരസ്യാരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയമുണ്ടോ വാര്യർക്ക്? അല്ല വാരസ്യാരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. അതിനെയായിരുന്നു. എന്താ പുരുഷേട്ടാ? ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. കഷ്ടം. ആരോടും പറയല്ലേ, അമ്പത് മാധവാ, മാധവനില്ലേ ഇവിടെ? ആഹാ, നമ്പൂരിച്ചനാണോ? ആ, എന്താണോ? പേടിക്കണ്ട, പോലീസായിട്ടല്ല. മാധവനോടൊരു വിവരം അന്വേഷിക്കാനാ വന്നേ. പ്രഭയുടെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ. വരുന്ന 31 വെച്ചിരിക്കണം. മാലതി പറഞ്ഞു. ഓ, വരന്റെ ജാതക പ്രകാരം ഈ ഇടവത്തിന് മുമ്പായിട്ട് നടത്തണമെന്നുണ്ട് അത്രേ. അതിനിപ്പോ ഇതല്ലാതെ വേറെ മുഹൂർത്തല്ലേ?
മാധവ ഒന്നിങ്ങോട്ട് വന്നേ. ഓ എന്താ നിലാവ്. ആ തൊണ്ടിമോല് വലിച്ചെറിഞ്ഞു. ഇനി അത് പറക്കിയെടുക്കാൻ നാളെ ഞാൻ തന്നെ വരേണ്ടി വരും. ഒരു ചെറിയ മൊന്തയാ നാരായണിയമ്മയുടെ അവിടുത്തെ. അതെയോ? വാ ഒരു കാര്യം പറയട്ടെ. കല്യാണം ഇത്ര പെട്ടെന്നാവും ഞാൻ നിരീക്ഷിച്ചില്ല. വിചാരിച്ച പോലെ കാശൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ലടോ. ഇല്ലത്തിന്റെ ആധാരം വെച്ചാ ഭൂപട ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പക്ഷേ ആധാരം പിള്ളേച്ചന്റെ കയ്യിലിരിക്കുക. കൊടുക്കാനുള്ള കാശ് തീർത്തു കൊടുക്കാതെ അയാൾ ആധാരം തരില്ല. ലോൺ കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അതും അയാൾ സമ്മതിച്ചില്ല. നിന്റെ കുറച്ച് കാശുണ്ടാവൂ? ഒരാഴ്ചത്തേക്കൊന്നും മറിക്കാനാ. മാലിതയുടെ കല്യാണത്തിന് നീ എന്തെങ്കിലും കരുതിയുണ്ടാവുമല്ലോ. അതിലൊരു കണ്ണ് വെച്ചിട്ടാ ഞാൻ വന്നേ. എത്ര കാശ കൊടുക്കാനുള്ളത്? എനിക്കൊരു 30,000 ഉറുപ്പ്യം കൂടി വേണം. 30,000? 5 10 എങ്ങനെയായിരുന്നു നോക്കായിരുന്നു. ചോദിക്കാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു. പോലീസല്ലേ കടം ചോദിക്കണത്, ആരും തരില്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമ്പൂരിച്ചും വിഷമിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കും. എന്ത് കടങ്കയ്യാ നീ ചെയ്യാൻ പോണത്? പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനവിടെ പ്രേമിച്ചു. ഞാൻ അവളെ കൊണ്ട് പറയിക്കും, മാധവേട്ടനെ കെട്ടണം, മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ, സ്റ്റേഷനിലേക്ക് എന്ത് കസേര വേണല്ലോ? സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദ്രേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത്. പുതിയ SI ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പയ്യനാ. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ലാത്തിയും കയ്യും ഒരേ ചോറില. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ 2 ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിരിക്കുക സാറേ. കാല് നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്യുതൻ നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശയൊന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവും പിരിച്ച. അച്യുതൻ നമ്പൂരി. ഓ സാറാ, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? വടിച്ചിട്ട് വാടാ. வணக்கங்க, நாங்க ஒரு பெரிய தீர்த்தாடனம் செஞ்சிட்டு இருக்கேன். இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் போய் ദർശനം പണിക്കിട്ട് വാറും. എന്നാ തൊഴുതിട്ട് വരിക. വിളിച്ചാ വിളിയേക്കണ സാമ്യ. നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായി ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. ഒന്ന് കാണട്ടെ. പഠിച്ചില്ലേ? അവൻ മടിച്ചില്ല.
മീശ മാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ, അവൻ വടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ. ത്രിവിക്രമ, മാധവനെ സാർ വിളിക്കുന്നു പറ. അവൻ എന്തൊരൊച്ച, മഹാ അഹങ്കാരി. അല്ല മാധവൻ, സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? വെയില് വലിച്ചു നോക്കി കേട്ടല്ലോ. നമസ്കാരം സാർ. എന്താടാ മീശ വടിക്കാത്ത? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാര്. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണ് അത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ വടിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ വടിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ വടിച്ചാനേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചനത് കാര്യമായിട്ട് എടുത്തിരിക്കുക. ഒരുപാടങ്ങ് ഓലത്തല്ലേ. മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമ, എന്തോ പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്തേക്കുമ്പോ അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച. ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ആ പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെ ഇച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പഠിച്ചാലും പിന്നെയും കെളുത്ത് വരും. അത് വിട്ടുകള സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. അല്ലേലും വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ അവളുടെ അല്ല മോനെ, അന്നെ കാണാൻ നമ്മള് പൂരപ്പറമ്പിലേക്ക് വരികയായിരുന്നു. അന്റെ മാലതീന്റെ രാസുമാനെ കിട്ടിയിടോ. ഓള് ചെമ്പ്രയില് ടേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ, അപ്പൊ കണ്ടിഷ്ടായതാണ്. അന്ന് ഓൻ അവിടെ ഒരു പീടികയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കായിരുന്നു. വേറെ 2 കൊല്ലം കൊണ്ട് ഓൻ സ്വന്തമായിട്ട് പീടിക വെച്ച്. അപ്പൊ ആള് മുടുക്കനാണാ. അപ്പൊ മറ്റേ കട പൂട്ടി കാണും. മാധവന് പറ്റിയ കമ്പനിയാ. ചേലിക്കുള്ള ഓരോ ഹമുക്കുള്ള കൂട്ടുകെട്ടാണ് മോനെ അന്നെ പടക്കാക്കണത്. നല്ല തങ്കപ്പെട്ട ചെക്കനാണ്. പെണ്ണിനെ കാണാൻ ഓന്റെ കുടുംബക്കാര് വരുന്ന ആഴ്ച ഒരു ദിവസം കെട്ട് വരുന്നുണ്ട്. ഇത്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടില്ലേ? ഒടുക്കം അവള് കണ്ട് മോഹിച്ചിട്ട് എല്ലാം കഴിയുമ്പോ ആങ്ങളെ കള്ളനാണെന്നും പറഞ്ഞ് മാറിപ്പോയാ ഇനി ഒരിക്കൽ കൂടെ അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവക്ക് പറ്റിയാലും എനിക്ക് പറ്റില്ല. മാണ്ട, നാളെ വെളുപ്പിന് ഞമ്മക്ക് ചെമ്പറത്തറ്റം വരെ പുക. എന്താച്ചാ അതിന്റെ മട്ടം പോലെ ഇയ്യൻ അങ്ങോട്ട് പറഞ്ഞോ. എന്തേ തമ്പുരിച്ച? അതെ, അതാ എന്റെ ശരി. മോളെ, ഇച്ചിരി നല്ല വെള്ളം ഇങ്ങടുത്തെ. അമ്മ കണ്ടേ. സന്ധ്യാനേരത്ത് ഓരോരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തമെടുത്തി. ഗുണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. മതിയാക്കി പോവാൻ. തീർന്നു, ഇച്ചിരി കൂടെ ഉള്ളു. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ട് മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോടാർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അതിന് പിള്ളച്ചൻ കനാലിന്റെ കോൺട്രാക്ട് പണിക്ക് മേശരി ആയിട്ട് വന്നതല്ലേ. ശാന്തമെടുത്തി കല്യാണം കഴിച്ചു കൂടിയതാ. ലവ് ആയിരുന്നു. ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമെടുത്തി. അതെ, ശാന്തമെടുത്തി പിള്ളച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വിളക്ക് എത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ? മോളെ കണ്ട അമ്മയാന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാൽ എങ്ങനെ അമ്മയാന്ന് പറയാ? ഓ പിള്ളച്ച, പൊടിക്ക് തമാശയൊക്കെ ഉണ്ട്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളച്ച, നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാം മീശ മാധവനെ ഒന്ന് പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി. നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം, വേണ്ടേ? രുക്മിണി, കേറി പോടിയാത്ത. കുടിച്ചിഷ്ടമായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ഭേദി ഒന്നും ചെയ്തേക്കരുതേ. ഇതൊരു സാധു മൃഗമാണ്. പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലേ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. പിള്ളച്ച, ഞാനിത് കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്.
നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ല. ആ ദേ, നീ അവൾ ഇരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നോ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. ഒരു കുഴപ്പമില്ല, നീ ചെല്ല്. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ്മാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവേലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്. പ്രായം അതല്ലേ. അവിടെ എന്താണ്? കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവന് ഓർമ്മകളായ വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. അല്ല, രുക്മിണിക്ക് അറിയോ, മാധവൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. ആർക്ക് വേണമെങ്കിലും കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണി ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ. അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം, കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോട്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തൂറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? മാധവൻ ഇനി കക്കൂല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ? ബാക്കിയുള്ളതിന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ, വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈ ഇപ്പം പാപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? അയ്യേ, എന്റെ ഈശ്വര, ഈ തെണ്ടിനെ ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. എടാ, വേണേ ചക്ക വേരയിലും കായ്ക്കും. ആ, ടാറ്റ.